की बूंदे पत्तों की गोद में आसमां से खो दे। अंगड़ाई ले फिर करवट बदल कर, नाजुक से मोती हंसते भी जल कर। खो न जाए तारे जमीन पर, ये तो ही सर्दी में धूप की किरणें, बसने तो आंगन को सुनहरा सा कर दे। मन के अंधेरों को रोशन सा कर दे, इतुरती हथेली की रंगत बदल दे। खो न जाए देखो इन्हें ये ओस की बूंदे पत्तों की गोद में आसमां से खो दे। अंगड़ाई ले फिर करवट बदल कर, नाजुक से मोती हंसते भी जल कर। खो न जाए പാട്ടിന്റെ പൊൻകണിയൊരുക്കിയ പ്രേക്ഷകരുടെ കുട്ടിക്കുറുമ്പുകളുടെ സംഗീതവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുസൃതിക്കൂട്ടിലെ സ്നേഹമണിമുത്തുകൾക്ക് അനുഗ്രഹമേകാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ. കുട്ടിപ്പാട്ടുകാർക്ക് അകമ്പടിയുമായി നമ്മുടെ പ്രിയപ്പെട്ട ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്.
പാട്ടിന്റെ പൊൻപുലരിയിൽ മധുര രാഗ വിരുന്നൊരുക്കാനെത്തുന്നു നമ്മുടെ സ്വന്തം സ്നേഹക്കുട്ടി. വെൽക്കം സ്നേഹ ഓൺ സ്റ്റേജ്. മദാമയോ? Are you from Britain? No. No. From where? From Trishur. From തൃശ്ശിവ പേരോ അല്ലേ? മന്ദാര ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ ഉണ്ടോ? പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ? ഉണ്ടോ? ഇതൊന്നും ഇല്ലേ? പിന്നെ ഉണ്ടോ? ഉണ്ടോ? മൗനം പാടുന്നോ ആണോ? ഏയ് ഇപ്പൊ തന്നെ ഏജ് ചോദിച്ചു തുടങ്ങി. ഇതാണ് പാട്ട്. ഞാനിന്ന് പെർഫോമൻസ് റൗണ്ടിൽ കറുകനാമ്പും കവിത മൂളും. നീലഗിരിയിലെ പാട്ട്. കവിത മൂളും ചിരിച്ചുപാടും കല്ലോലിനി ഈ പൂവനം മനോഹരം വരൂതെല്ലു നേരം കറുകനാമ്പും കവിത മൂളും ഹരിതഭൂവി മൃദുലഗാനം. അപ്പൊ വെറുതെ അല്ല ക്യാപ്പൊക്കെ ഇട്ട് വന്നിരിക്കണം അല്ലേ? അതിലെ ഹീറോയിൻ അങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പെർഫോമൻസ് എന്താണോ? ചെറുതായിട്ട് ഇങ്ങനെ സ്വേ അതാണ് അല്ലേ? കൊള്ളാമെന്ന് നോട്ടെ കേട്ടോ. ഓക്കെ. സ്നേഹക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്നേഹക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. സ്നേഹക്കുട്ടി ഓൾ ദി ബെസ്റ്റ്.
കലക്കി, ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. എവിടേക്കോ ചെറിയ ശ്രുതി പ്രശ്നം തോന്നി. പിന്നെ കുറച്ച് ഡൈനാമിക്സ് ആവാം. വോയിസ് മോഡുലേഷൻസ് കുറച്ച് സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. അല്ലാതെ നന്നായിരുന്നു. പിന്നെ ഏറ്റവും അവസാനത്തെ കറുകനാമ്പും, പ്രത്യേകിച്ച് ചരണത്തിൽ ആ ചരണം കഴിഞ്ഞിട്ട് വരുന്ന പല്ലവിയിലെ കറുകനാമ്പും, ആ നാമ്പും ലാൻഡിങ് നോട്ട് ഇത്തിരി മാറിപ്പോയി. ഇത് ശരിക്കും കൺഫ്യൂഷൻ, പാടുമ്പോൾ ശ്രുതി തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള നോട്ടുകളാണ്. പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ, അബ്രപ്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശ്രുതി പോകാൻ ചാൻസ് ഉള്ള സംഭവം. അങ്ങനെയാണ് അതിൻ്റെ കറുകനാമ്പും കവിത മൂളും ഹരിതഭൂവിൻ മൃദുലഗാനം. അപ്പോൾ കറുകനാമ്പും, അപ്പോൾ ചിലപ്പോൾ ശ്രുതി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉള്ള ടൈപ്പാണ് ഈ ഇതിൻ്റെ ട്യൂൺ. അങ്ങനെയാണ് ചെയ്തു വെച്ച്. ഫസ്റ്റ് ലൈൻ അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ പല്ലവിയിൽ അത് വ്യക്തമായിട്ട് മനസ്സിലായി. അല്ലാതെ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. മൊത്തമായിട്ട് കേൾക്കാൻ വളരെ മനോഹരമായിരുന്നു എല്ലാം കൊണ്ട്. എല്ലാം നോക്കുകയാണെങ്കിൽ ചെറിയ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, അത് നന്നായി. ഈ സ്റ്റൈലും കൊള്ളാം. അപ്പോൾ ജസ്റ്റ് അനുപല്ലവി ഒന്ന് പാടാമോ? കോടമഞ്ഞിലൂടെ തേടി വന്ന കോടമഞ്ഞിലൂടെ കോടമഞ്ഞിലൂടെ തേടി വന്ന സൂര്യൻ പീലി നീർത്തിയാടുന്നുവോ, ഒരു മോഹമാല തന്നു പോ, ഒരു മോഹമാല തന്നു പോ, ഒരു മാത്രയെങ്കിലും നറുമുത്തു വീഴുമീ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. നേരത്തെ ഇത്രയും നന്നായിട്ട് അവിടെ ഇത്രയും ഈ ഒരു മോഡുലേഷൻ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അത് മനോഹരായനെ കേട്ടോ. ആ ഭാഗം ഒന്നോട് പാടി. പാടി. ഒരു മാത്രയെങ്കിലും അവിടെ ചേരണം കുറച്ചുകൂടി. ഒരു മാത്രയെങ്കിലും നറുമുത്തു വീഴുമീ, കളി വീടു കണ്ടു നിന്നു പോ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഈ പാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ പാട്ടിലെ ഏറ്റവും ഭംഗിയുള്ളൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു ഭാഗം അതാണ്. ഈ പാട്ടിൽ മൊത്തത്തിലെല്ലാം നല്ലതാണ്, പക്ഷെ എനിക്ക് ഈ ഒരു ഭാഗം വളരെ ഇഷ്ടമാണ് ഈ പാട്ടിൽ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടി. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ തൊപ്പി സ്നേഹം ഇട്ടുകൊണ്ടാണോ അല്ലെങ്കിൽ സ്നേഹ തൊപ്പി ഇട്ടതുകൊണ്ടാണോ ഏതോ തൊപ്പിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. സംശയമില്ലാത്ത കാര്യമല്ലേ? അതെ, ഡൈനമിക് ആയിട്ട് പാടി. പക്ഷെ ഡൈനമിക്സ് ഇൻ ദ സോങ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പിള്ളേരുടെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കിടുവായിരുന്നു കേട്ടാ. കിക്കിടു ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, എങ്ങനെയാണ് ഡൈനാമിക്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം? കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം, ചിന്തിക്കണം. എന്ത് ചെയ്യണം? ചിന്തിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂണൊന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെ പാടുമ്പോഴത്തേക്കും കണ്ടോ ഇതിന്റെ വ്യത്യാസം. ഞാൻ പാടിയതിന്റെ ഗുണം കൊണ്ട് പറയില്ല, അവിടെ നിന്ന് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്തോ പുതിയൊരു സംഭവം കിട്ടിയ പോലെ നമുക്ക് തോന്നും. പുതിയൊരു ആകാശത്തിൽ പറന്ന പോലെ തോന്നും. ആദ്യമേ കറുകനാമ്പും എന്ന് പാടി വരികയാണെങ്കിൽ അതിന് വാല്യൂ കിട്ടൂല, ഒരു വ്യത്യാസം മനസ്സിലാവില്ല നമുക്ക്. നമുക്കൊരു ഭംഗി തോന്നിക്കും. അപ്പൊ അത് ക്യൂട്ടായിട്ട് ആദ്യത്തെ 4 ക്യൂട്ടായിട്ട് പാടുക. അത് കഴിഞ്ഞ് എന്താണ് ഉണർന്നു പാടും അല്ലേ? എന്താണ് അവിടെ ചിരിച്ചുകൊണ്ട് പാടും. ചിരിച്ച് പാടുന്നുള്ളടത്ത് അടുത്ത ലെവൽ. അത് കഴിഞ്ഞിട്ടുള്ള ലൈനിൽ വേറൊരു രീതി. ഈ 3 രീതികൾ അവലംബിതമാകുമ്പോഴാണ് പാട്ട് ശ്രാന്തമമ്പരമാകുന്നത്. അല്ല, മനസ്സിലായ? എനിക്ക് മനസ്സിലായില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് മനോഹരിയാക്കണം പാട്ടിനെ. അപ്പൊ അങ്ങനെ അത് പാടാമോ? അപ്പൊ ആദ്യത്തെ കറക്റ്റ് ക്യൂട്ടായിട്ട് പാടാം.
കറുകനാമ്പും കവിത മൂളും. 1 2 3 4. കറുകനാമ്പും കവിത മൂളും ഹരിതഭൂവിൻ മൃദുലഗാനം ചിരിച്ചു പാടും കല്ലോലിനി ഈ പൂവനം മനോഹരം വരൂ തെല്ലുനേരം കറുകനാമ്പും. മനോഹരം അടുത്ത ലെവലിലോട്ട് പോകണം. അത് കുറച്ചുകൂടെ മേളിലല്ലേ? ആ തെല്ലു നേരം മാത്രം സോഫ്റ്റ് ആയിരിക്കണം. ഗോട്ട് ദ പോയിന്റ്. അപ്പൊ ഒന്നുകൂടെ പഠിക്കേ. കറുകനാമ്പും സോഫ്റ്റ്വെയർ. കറുകനാമ്പും കവിത മൂളും ഹരിതഭൂവിൻ മൃദുലഗാനം ചിരിച്ചു പാടും കല്ലോലിനി ഈ പൂവനം മനോഹരം വരൂ തെല്ലുനേരം കറുകനാമ്പും. അത് സോഫ്റ്റ് ആക്കാം. മനോഹരം വരൂ തെല്ലുനേരം കറുകനാമ്പും. ഇപ്പോഴൊന്നും ശ്രുതി ചേർന്നില്ല. ഞാൻ ആ മോഡുലേഷനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ശ്രുതി അങ്ങോട്ട് കൈവിട്ടു. ഇതിലെല്ലാം ശ്രുതി ചേരണം കേട്ടോ, അത് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ മോഡുലേഷൻസ് ആണ് ആ പാട്ടിനെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ? അപ്പോഴാണ് അത് പെർഫോമൻസ് ആവുന്നത്, മ്യൂസിക്കലി പെർഫോമൻസ് ആവുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ ചില മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഒരു മൂവ്മെന്റ് കണ്ടില്ലല്ലോ. മറന്നുപോയി. അതെങ്ങനെയാ ചെയ്ത്? ആദ്യം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു. ഒന്നുകൂടി കാണട്ടെ, ഒന്നുകൂടി ഡാൻസ് ചെയ്യൂ. ചെയ്ത സ്റ്റെപ്സ്. ഓ ഇതായിരുന്നു പെർഫോമൻസ്. ഇത് പെർഫോമൻസ് ആയിരുന്നു. അതെങ്ങനെയാ? അതേത് സ്റ്റെപ്പാണ്? ഇങ്ങനെയാണോ? ഇത് തന്നെയല്ലേ ഇപ്പൊ നേരത്തെ കാണിച്ചത്? ശ്രദ്ധിച്ചില്ല. മുദ്ര കുരിച്ചു വരയ്ക്കണ പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ആരും ശ്രദ്ധിച്ചില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. അപ്പൊ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയ്ക്കാണ് ഈ പാട്ട് പാടുന്നതിനിടയിൽ പെർഫോം ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ബീജത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അവിയൽ ആവാമായിരുന്നു. ഞാൻ വിചാരിച്ചു തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനത്തെ വേഷമൊക്കെ ഇട്ട് വന്നപ്പോ ഭയങ്കര ഡാൻസ് ആയിരിക്കും. പൊളിച്ചെടുക്കും. അതെ, സ്പ്രിഞ്ചിയില്ല, ഇഞ്ചി കുഞ്ചിയില്ല കേട്ടാ, ഇഞ്ചി കുഞ്ചണേ. So Snehakudi is going to be awarded a triple wow today. പോരട്ടങ്ങനെ ഒരു ഡൈനാമിക്സ് പുകുരി. സ്നേഹകുട്ടി, all the best. വിരുന്നിൽ പാടാനായി എത്തുന്നു നമ്മുടെ സ്വന്തം ഭാവഗായകൻ ജെയ്ഡൻ ഫിലിപ്പ്. വെൽക്കം ജെയ്ഡൻ ഓൺ സ്റ്റേജ്. ആരാണ് ഈ പറഞ്ഞത്? എന്റെ അമ്മേ. ആണോ പെണ്ണോ, ഇവളാണോ പെണ്ണോ? പക്ഷെ അടിപൊളിയായിട്ടുണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട്, സ്റ്റൈലായിട്ടുണ്ട്. എന്ത് രസം, അടിപൊളിയാടാ. യോയോ അത്ഭുതം. ഓർമ്മയുണ്ടോ ഈ മുഖം? ബാലൻ ഒരു കാലൻ മുടിമുറി ശീലൻ ആണോടെ? ആയിരിക്കും. ആയിരിക്കും. എനിക്കറിയില്ല. നിനക്ക് പിന്നെ എന്ത് അറിയാടാ? ചില പാട്ടുകളൊക്കെ പാടാൻ അറിയാം. വ്യത്യസ്തനാമൊരു ജെയ്ഡനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ഇതെന്തുവാടെ ഈ കളറ്? വെള്ളയും നീലയും. വെള്ളയും നീലയും. MG അണ്ണൻ ഇല്ലാത്ത നിന്റെ പാട്ട് വിചാരിക്കും. അല്ലെ ഇപ്പൊ നിന്നെ ഇവിടെ ഈ നിർത്തി ഏത് പാട്ടാണ്? ഞാൻ പാടാൻ പോകുന്ന പാട്ട് നാടകഗാനം റൗണ്ടില് പഞ്ചാര പാട്ട് പാടും എന്ന പാട്ടാണ്. KS ജോർജ് സാറിന് പാടി. സംഗീതമര ദേവരാജ മാഷ് എഴുതി തരാ. വയലാർ സാർ. ഏത് നാടകമാണ്? മുടിയനായി പുത്രം. നല്ല മാച്ച്. നിന്നെ പറ്റിയുള്ള ആണോടാ? മുടിയനായ പുത്രനാ? യെസ്. അച്ഛനും കോയിൻസിഡൻസ് ആയതാണ്. കോയിൻസിഡൻസ്. ഇറ്റ്സ് എ കോയിൻസിഡൻസ്. അല്ല, കൊറോണ ആയതുകൊണ്ടാണ് മുടി വെട്ടാത്തത്. പിന്നെ ഈ മുടി വെട്ടാനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ചേട്ടൻ ചെറുതായിട്ടൊക്കെ പുറകുഭാഗമൊക്കെ വെട്ടി. ഞാൻ ഇതിന്റെ ഇടയിൽ തന്നെ മുട്ടയടിച്ചിട്ട് വളർന്നു വന്നതാണത്. അതിന്റെ ഇടയ്ക്ക് ഒരു കട്ടിങ് കഴിഞ്ഞു. എന്തായാലും നീ മുടി വെട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലടേ, ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. ചെയ്യടോ. എന്തോ നീ സുന്ദരമായിരിക്കുമല്ലോ. അതെ, അപ്പൊ നന്നായിട്ട് പാടും കേട്ടോ. താങ്ക് യു.
താമര പൈങ്കിളികൾ. മിന്നികൾ നൂറ്റെടുത്ത പൊന്നുന്നൂലിൽ പൊന്നുന്നൂലിൽ മിന്നികൾ നൂറ്റെടുത്ത പൊന്നുന്നൂലിൽ പൊന്നുന്നൂലിൽ നിന്നെ കെട്ടാൻ കാത്തിരിക്കണ പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ നിന്നെ കെട്ടാൻ കാത്തിരിക്കണ പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ പഞ്ചാര പാട്ടുപാടും രണ്ടോമൽ പൈങ്കിളികൾ കൂട്ടുകൂട്ടാൻ വന്നല്ലോ താമര പൈങ്കിളികൾ. ഗവുകളിൽ തീറ്റ വയ്ക്കും കുഞ്ഞിക്കാറ്റേ കുഞ്ഞിക്കാറ്റേ ഗവുകളിൽ തീറ്റ വയ്ക്കും കുഞ്ഞിക്കാറ്റേ കുഞ്ഞിക്കാറ്റേ നിന്റെ ചുണ്ടിൽ തേൻ പുരട്ടിനു പൈങ്കിളിക്കൊഞ്ചൽ പൈങ്കിളിക്കൊഞ്ചൽ നിന്റെ ചുണ്ടിൽ തേൻ പുരട്ടിനു പൈങ്കിളിക്കൊഞ്ചൽ പൈങ്കിളിക്കൊഞ്ചൽ പഞ്ചാര പാട്ടുപാടും രണ്ടോമൽ പൈങ്കിളികൾ കൂട്ടുകൂട്ടാൻ വന്നല്ലോ താമര പൈങ്കിളികൾ. നീലക്കാടുകൾ നൃത്തം വെക്കും വാനം നീളെ വാനം നീളെ നീലക്കാടുകൾ നൃത്തം വെക്കും വാനം നീളെ വാനം നീളെ കൂടുവെക്കാൻ എത്തിയല്ലോ നക്ഷത്രക്കിളികൾ ഓമനക്കിളികൾ കൂടുവെക്കാൻ എത്തിയല്ലോ നക്ഷത്രക്കിളികൾ ഓമനക്കിളികൾ പഞ്ചാര പാട്ടുപാടും രണ്ടോമൽ പൈങ്കിളികൾ കൂട്ടുകൂട്ടാൻ വന്നല്ലോ താമര പൈങ്കിളികൾ. പഞ്ചാര പാട്ടുപാടും രണ്ടോമൽ പൈങ്കിളികൾ കൂട്ടുകൂട്ടാൻ വന്നല്ലോ താമര പൈങ്കിളികൾ താമര പൈങ്കിളികൾ. ജേഡൻ എന്തോ ജേഡൻ ഒരു കാര്യത്തിൽ ഭയങ്കര മിടുക്കനാണ്. ജേഡന് പറ്റുന്ന പാട്ടുകളാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ജേഡന് അറിയാം ജേഡൻ്റെ ആ ഒരു ഏത് ടൈപ്പ് പാട്ട് ഇവിടെ അവതരിപ്പിച്ചാൽ ഏൽക്കും എന്നുള്ള കാര്യം അറിയാവുന്ന ഒരു മിടുക്കനായ ഒരു ബുദ്ധിയ ഉള്ള ഒരു ഗായകനാണ്. എന്തായാലും നന്നായി ജേഡൻ, വളരെ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി, നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആ ഒരു ഒറിജിനൽ സോങ് പോലെ തന്നെ അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് പാടി. പല സ്ഥലങ്ങളും വളരെ മനോഹരമായിരുന്നു കേൾക്കാൻ. പ്രത്യേകിച്ച് അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ ഒക്കെ തുടക്കത്തിലുള്ള ലൈൻ, അത് ഞാനും കുട്ടൻചേട്ടനും കൂടി പരസ്പരം മുഖത്തേക്ക് നോക്കി. അതൊന്ന് പാടിയേ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ ഒക്കെ. മിന്നികൾ നൂറ്റെടുത്ത പൊന്നുന്നൂലിൽ പൊന്നുന്നൂലിൽ മിന്നികൾ നൂറ്റെടുത്ത പൊന്നുന്നൂലിൽ പൊന്നുന്നൂലിൽ മിന്നു കെട്ടാൻ കാത്തിരിക്കണ പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ മിന്നു കെട്ടാൻ കാത്തിരിക്കണ പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ, ഉഗ്രനായി. പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽസ് കുട്ടൻചേട്ടൻ പറയുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എനിക്ക് പെട്ടെന്ന് ജേഡനെ പറ്റിയുള്ള ഒരു പാട്ടാണ് ഓർമ്മ. എന്താ? ജേഡനെ പറ്റി ONV സാർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആരെയും അറിയാമോ പാട്ട്? ഒന്ന് പാടി കേൾക്കട്ടെ. കേട്ടിട്ടുണ്ട്, എനിക്ക് പാട്ട് ലിറിക്സ് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞുതരാം. ആരെയും ഗായകനാക്കും. അതെ, ആത്മസൗന്ദര്യമാണ് നീ. അല്ല, ആദ്യം ഒരു പാടു. സൗന്ദര്യമുള്ളതുകൊണ്ട് അത് മാത്രമേ പാടുള്ളൂ. അല്ല, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യം ആണു നീ ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര
ചന്ദ്രകന്യക. കന്യക, അതെ, കന്യക. ഓ, ജേഡന്റെ മോഡൽ ഇങ്ങനെ ഇങ്ങനെ തൊഴുത് നിൽക്കണം. അതെ, നമ്മുടെ ശിഷ്യയായി നിൽക്കുന്നു കമ്പറ നക്ഷത്ര കന്യക. അതെ. ജേഡാ, എന്തോ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നൈസ്. എനിക്ക് തോന്നി ചില വാക്കുകളൊക്കെ വേണമെന്ന് വെച്ച് മിഴുങ്ങിയതാണോ? ആ കാരണം ഞാൻ ഓർത്തു ഒരു പഴയ ശൈലി ഞാൻ കേട്ടപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് വാക്കുകൾ അത്രയും ഇങ്ങനെ പെറുക്കി വഴങ്ങുന്നില്ല അല്ലേ? സ്ഫുടത അങ്ങനെ വരില്ല. സ്ഫുടത വേണ്ട, അക്ഷര സ്ഫുടത കുറച്ച്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതിനൊരു കൈയടി കൊടുക്കണം. അതെ. താങ്ക് യു സർ. കേട്ടോ, ഒരു അസംസ്കൃത വസ്തുവായിട്ട് നീ അവതരിപ്പിച്ചു. അത് കൊള്ളാടാ. എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ഒന്ന് രണ്ട് സംശയങ്ങൾ. അതായത് കുഞ്ഞിക്കാറ്റ് അതെങ്ങനെയാണ്? അതിന്റെ നോട്ട് ഏതാണ്? പൂങ്കാവുകളിൽ പിച്ച വെക്കും കുഞ്ഞിക്കാറ്റേ. ആണോ? അത് അങ്ങനെ എന്തോ കേട്ടു. ആണോ? അല്ലേ? അതന്നെ. അത നീ എന്നുള്ള നോട്ട് വേറെ എന്തോ പോലെ കേട്ടു. അത് കറക്റ്റ് ചെയ്യണം. ഒന്നൂടെ പാടടാ. ഞാൻ പാടാ. ഭാവഗായക അന്തോ പഠിക്കോ. സുന്ദര ഗായക. പൂങ്കാവുകളിൽ പിച്ച വെക്കും കുഞ്ഞിക്കാറ്റേ, കുഞ്ഞിക്കാറ്റേ. ഇപ്പൊ കറക്റ്റ്. പിന്നെ നൃത്തം വെക്കും എന്ന് പറയാം. നീലക്കാടുകൾ നൃത്തം നൃത്തം വെക്കും. അതെന്തോ സംഭവം? ഒറിജിനൽ ഞാൻ നിന്നെ നിർത്തി പരിചയം. ഒറിജിനൽ അങ്ങനെയാണോ? ഒറിജിനൽ കേട്ടത് നൃത്തം വന്നായിരുന്നു ആദ്യം ഓർത്തത്, പക്ഷെ നൃത്തം കുറെ കേട്ടു. നൃത്തം അങ്ങനെ ദേവരാ മാസ്റ്റർ പാടിപ്പിക്കാൻ സാധ്യത ഒന്നുമില്ല കേട്ടാ. അപ്പൊ നൃത്തം തന്നെ വേണം. എനിക്ക് അത് തന്നെ വേണം. അത് കിട്ടിയേ പറ്റൂ. നീലക്കാടുകൾ നൃത്തം. ഇതാണ് കള്ളത്തരം കേട്ടാ. ഈ പാടുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് താളത്തിന് കിട്ടാത്തതുകൊണ്ടാണ് വേണമെന്ന് വെച്ച് ജേഡൻ ഇന്ന് നൃത്തം എന്ന് പാടിയത്. സത്യം 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 സത്യം. അങ്ങനെയാണ്. നീ അങ്ങനെയാടാ. നീ അങ്ങനെയാടാ. അങ്ങനെ തന്നെടാ. അല്ല അല്ല അല്ല. നീലക്കാടുകൾ നൃത്തം വെക്കും. നൃത്തം വെക്കും. നൃത്തം വെക്കും. നീലക്കാടുകൾ നൃത്തം വെക്കും. അവിടെ നൃത്തത്തിൽ നിനക്കൊരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ. പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ. നീലക്കാടുകൾ. നീലക്കാടുകൾ നൃത്തം വെക്കും. നീലക്കാടുകൾ നൃത്തം വെക്കും. നീലക്കാടുകൾ നൃത്തം വെക്കും. അത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തിരിച്ചു പോകൂലേ? നീലക്കാടുകൾ നൃത്തം വെക്കും. നൃത്തം വെക്കും. നൃത്തം വെക്കും. അങ്ങനെ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ട് നീലക്കാടുകൾ നൃത്തം. ഇപ്പൊ മതി. അങ്ങോട്ട് പോകുമ്പോഴുള്ള കാര്യം പറഞ്ഞു. നൃത്തം ഇപ്പോഴല്ല. ഇനി പോകുമ്പോ വീട്ടിൽ പോയിട്ട് 100 തവണ പാടാം. 100 തവണ നൃത്തം വെക്കും. നൃത്തം വെക്കും. റെക്കോർഡ് ചെയ്ത് ഞങ്ങളെ കേൾപ്പിച്ചു തരണം. കേട്ടാ. വേണമെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതിയോ നൃത്തം വെക്കും. നൃത്തം എഴുതി മലയാളം എഴുതോ? ഞാൻ ലിറിക്സ് എല്ലാം ഞാൻ ബുക്ക് എഴുതി ഞാനാണ്. വെരി നൈസ്. മാത്രമല്ല ഈ പാട്ടിന്റെ സെലക്ഷൻ സാധാരണ നമ്മൾ കേൾക്കാത്തതാണ്. നാടക ഗാനങ്ങളുടെ റൗണ്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പല റിയാലിറ്റി ഷോസിലും. പക്ഷെ ഈ പാട്ട് അങ്ങനെ കേട്ടിട്ടില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് അത് കറക്റ്റായിട്ട് അറിയണം. ഈ ഓരോ പൊന്നും നൂലിൽ അല്ലേ? പൊന്നും നൂലിൽ എങ്ങനെ പാടി? അതുകൊണ്ട് അത് പൊന്നും നൂലിൽ അത് അബ്രപ്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ആ കട്ട് വേണം. പാടിക്കേ. മിന്നികൾ നൂറ്റെടുത്ത പൊന്നുന്നൂലിൽ. അതാണ്. അതുപോലെ തിരിച്ചു വന്ന് അവസാനിക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ അബ്രപ്റ്റ് കട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. മേക്ക് ഇറ്റ് അബ്രപ്റ്റ് മാൻ. കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ മോഹങ്ങളിൽ നീരാടുമ്പോൾ അതിനോരോ ഭാവം. കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ മോഹങ്ങളിൽ നീരാടുമ്പോൾ അതിനോരോ ഭാവം. കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ.
കണ്ണിനും കണ്ണായ മുത്തേ ജേഡ. അതെ. അപ്പൊ ഏതാണ് ഗ്രേഡ് കിട്ടാൻ പോകുന്നത്? ഒരു എക്സ്ട്രീം കിട്ടുമോ? എക്സ്ട്രീം നിന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കണം. ഒരു ഒരു എക്സ്ട്രീം കിട്ടുമോ? So Jaden going to be awarded a triple Thank you, sir. അടി ഒരു ഭാവഗായിക പുക്കുറ്റി. ഭാവഗായകൻ. ഭാവഗായിക, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ബൈ. പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സെമി ഫൈനൽ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പാട്ടൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ കുട്ടി കുറുമ്പുകൾക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് www.flowerstv.in/voting.